Sevens Golden Diamonds, Ermalur, Vadadala. ഡോക്ടേഴ്സ് ദിനത്തിൽ 24 മണിക്കൂർ സൗജന്യ എമർജൻസി ടെലിസേവനം ഒരുക്കി ഫാത്തിമ ആശുപത്രി. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിന പരിപാടി കൊച്ചി മേയർ ഡോക്ടർ മനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ DC റോയ് എന്ന ഓർമ്മ ശരിയാണെങ്കിൽ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. ഞങ്ങളുമായി ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. കാരണം ബംഗ്ലാ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഡോക്ടർ DC റോയ്. അദ്ദേഹം മുഖ്യമന്ത്രിയും ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയുമായിട്ടാണ് ആദ്യമായി CPM ഭരണം ബംഗാളിൽ ആരംഭിച്ചത്. ഇപ്പോൾ ഭരണം തീരുകയും ചെയ്തു. ആ സമയത്താണ് ഇപ്പോൾ ഞാൻ ഡോക്ടേഴ്സ് ഡേയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ ബംഗാൾ നിയമസഭയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായ ഒരു കാലമാണ് ഡോക്ടർ DC റോയ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് IMA-യുമായിട്ടുള്ള ഈ കണക്ഷൻ മാത്രം എനിക്കറിയില്ലായിരുന്നു. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല, കാരണം എനിക്ക് ഇനിയുള്ള പരിപാടികളും ഇതേപോലെ തന്നെ ലേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് ഇനിയും അധികം ലേറ്റ് ആക്കാതിരിക്കുക, ഡോക്ടർമാരുടെ സമയം കളയാതിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. വളരെ ചുരുക്കി ഞാൻ പറയാം, ഡോക്ടർ എങ്ങനെയാണ് ഒരു ആളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. അപ്പം അതിൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ജനകീയനായിരുന്ന ഒരാൾ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ വേറെ നാട്ടുകാരനല്ലെന്ന് എനിക്കറിയാം, കൊച്ചിക്കാരനായിരിക്കും ഉറപ്പാണ്. മേയറാകണമെന്ന് ഇളമക്കരയാണ്. ആശുപത്രിയുടെ ആരംഭകാലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും പിന്നീട് ടീമിന്റെ ഭാഗമായി മറ്റുള്ളവരെയും കൊച്ചി മേയർ ഫലകം നൽകി ആദരിച്ചു. ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ 24 മണിക്കൂർ സൗജന്യ എമർജൻസി ടെലിസേവനം കൊച്ചി മേയറും മെഡിക്കൽ ട്രസ്റ്റ് എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ ഹരികുമാർ, ഡോക്ടർ അക്ഷയകുമാർ, ഡോക്ടർ പ്രദീപ്, ഡോക്ടർ ശ്രീഗണേഷ്, ഡോക്ടർ റഷീദ്, ഡോക്ടർ ജബീൽ, ഡോക്ടർ പ്രസീത, ഡോക്ടർ ജോയ് ജോർജ്, ഡോക്ടർ ദിലീപ്, ഡോക്ടർ മിന്നു തോമസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീമാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് മാത്രം വരും. ഹോസ്പിറ്റലുകളിലെ എല്ലാ സ്റ്റാഫുകളുടെയും സഹകരണം ആവശ്യമുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെ രോഗശാന്തിക്കായിട്ട് എത്തുന്ന ആ വ്യക്തികളുടെയും സഹകരണം ആവശ്യമുണ്ട്. ആ വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഈ ആരോഗ്യ പരിപാലന രംഗത്ത് ജോലി ചെയ്യുന്നത് ആളുകളുടെ സഹകരണം കൂടാതെ ജനങ്ങളുടെയും അവരുടെ സാറ് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട DC റോയ് അവർകളെ വെച്ചിട്ട് അവരുടെ ഓർമ്മ ദിവസം വെച്ചിട്ടാണ്. കാര്യം അദ്ദേഹം ജനിച്ചതും മരിച്ചതും ജൂലൈ 1-നാണ്. അദ്ദേഹം ഒരു ഡോക്ടർ എന്ന രീതിയേക്കാൾ ഉപരി ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തെ പറ്റി എഴുതാൻ വിക്കിപീഡിയയ്ക്ക് ഒരു അത്യാവശ്യം സ്ഥലം വേണം. അദ്ദേഹം 2ാമത്തെ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയാണ് ഡോക്ടേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഇന്നിങ്ങനെ ഒരു ദിവസം നമുക്ക് എല്ലാവരെയും, അതായത് ഞങ്ങൾ ഈ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർക്കും ഒരു ചെറിയ തോതിലാണെങ്കിലും ഒരു ആദരം നൽകിയത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി തൈവീട്ടിൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സജു ആന്റണി പുന്നക്കാട്ടുശ്ശേരി, HR ഹെഡ് സേവ്യർ പുള്ളയിൽ, ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പലിയത്തറ എന്നിവർ പ്രസംഗിച്ചു. 17 വർഷമായിട്ട് ഫാത്തിമ ആശുപത്രിയുടെ ഒപ്പമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ അജയ്കുമാർ, ഡോക്ടർ പ്രദീപ്, ഡോക്ടർ പ്രസീത, ഇത്രയും പേരാണ് ആരംഭം മുതലുള്ളത്. ഡോക്ടർ റഷീദ് എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡോക്ടേഴ്സിനൊക്കെ വെച്ചാണ് ഈ ആശുപത്രി ആരംഭിച്ചത്. ഇന്ന് ഏതാണ്ട് 25-ലധികം ഡോക്ടേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, കാഷ്വാലിറ്റി ഉൾപ്പെടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സാണ് ഞങ്ങളുടെ ബ്രെഡ് വിന്നേഴ്സ്. വേറെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു പദമാണ്. ഫാത്തിമ ആശുപത്രി എന്തായിരിക്കുന്നുവോ അതിൻ്റെ പിറകിൽ ഡോക്ടേഴ്സിൻ്റെ വലിയൊരു സഹകരണമുണ്ട്, വലിയൊരു പ്രോത്സാഹനമുണ്ട് മാനേജ്മെൻറ്റിനോട് ഡോക്ടേഴ്സിൻ്റെ. അപ്പോൾ ബാക്കി അധികം കാര്യങ്ങളൊന്നും ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.